ഹലോ ഗൈസ്, അപ്പോ തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ നേരെ ആറാട്ടുപുഴയ്ക്ക് എത്തി. ആറാട്ടുപുഴ വന്ന് എനിക്കിവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഇവിടെ രാവിലെ ഇപ്പൊ ഏകദേശം ഒരു 6 മണി സമയം ആയിട്ടുള്ളൂ. ഞാന് അമ്മയും കൊണ്ട് ഹായ് പറഞ്ഞു അമ്മയും കൊണ്ട് ഞാനിപ്പോ പിന്നെ ഒരു ചെക്കപ്പ്. 2 ഹായ് വേണ്ട, 1 ഹായ് മതി. എന്തുണ്ട് ചെക്കപ്പ് അമ്മ? പ്രഷറ്, ഷുഗർ, കൊളസ്ട്രോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും കൂടി ഇപ്പം ഏത് ലാബാ? മൈക്രോ ലാബിലോട്ട് പോവാണ്. ഓക്കെ, ചെങ്ങന്നൂര്. ഞാനങ്ങനെ അമ്മയും കൊണ്ട് മൈക്രോ ലാബിൽ വന്നതാണ്. ഇനിയിപ്പം ഇതെല്ലാം നമ്മൾ കൊടുത്താൽ മതി, ബ്ലഡും കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി. അവർ നമുക്ക് മെയിലിൽ അയച്ചു തരും, പിന്നെ നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്താൽ മതി. ഞങ്ങളങ്ങനെ മൈക്രോ ലാബിൽ ഒക്കെ പോയിട്ട് വന്നിട്ട് പച്ചക്കറി വാങ്ങിക്കാൻ ഇറങ്ങിയതാണ്. ഇത് നമ്മൾ ആറാട്ടുപുഴയ്ക്ക് പോകുന്ന റൂട്ടിലാണ്, ചെങ്ങന്നൂരിൽ. അമ്മ ഇപ്പോൾ പോയി പച്ചക്കറി വാങ്ങിച്ചിട്ട് ഞാനിനിയിപ്പോൾ എന്തായാലും ഉച്ച കഴിഞ്ഞിട്ട് ഒരു വൈകുന്നേരമൊക്കെ ആയിട്ട് തിരിച്ചു പോകത്തുള്ളൂ തിരുവനന്തപുരത്തിന്. കടയൊന്നും തുറന്നിട്ടില്ല രാവിലെ, ആകെ ഈ പച്ചക്കറി കട മാത്രമേ തുറന്നിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇപ്പോൾ മാലക്കര ഇവിടെ അമ്മയും കൊണ്ട് പിന്നെ ചെക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് വന്നു. എന്നിട്ടിപ്പം ഒരു ഇറങ്ങാവുന്നൊക്കെ വെച്ചിരുന്നതാണ്. അന്നേരമാണ് അച്ഛന് തീരെ വയ്യാതായി. അച്ഛൻ അമ്പലത്തിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു 9:30 ആയപ്പോഴാണ് അമ്പലത്തിൽ നിന്ന് എത്തിയത്. തീരെ വയ്യാതായി, പനിയടിച്ച്. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാനിപ്പം ഐസ് വെള്ളത്തിൽ തുണി നോക്കി ഇട്ടുകൊണ്ടിരിക്കുക അച്ഛന്. തീരെ വയ്യാതായി ആശാന്. അച്ഛാ ലൈറ്റ് ഒന്നും ഇട്ടോട്ടെ, കുഴപ്പമില്ല. തീരെ വയ്യാതായി കിടക്കുന്നു. ഇനിയിപ്പോൾ അച്ഛനെയും കൊണ്ട് മാലക്കര ഹോസ്പിറ്റലിലൊന്ന് കൊണ്ടുപോയിട്ട് വന്നിട്ട് മിക്കവാറും 2-3 ദിവസം ഞാൻ ആറാട്ടുപുഴ തന്നെ കാണും. തീരെ വയ്യ. അപ്പോൾ അച്ഛൻ്റെ അമ്പലം ഓടിക്കണ്ടേ. ഹായ് ഗൈസ്, അങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ ഇവിടെ ചെങ്ങന്നൂരെത്തി. പെട്ടു എന്ന് പറഞ്ഞാൽ മതി, പെട്ടുപോയി. കാരണം അച്ഛന് നല്ല പനി അടിച്ചതുകൊണ്ടാണ് പോകുന്നത്. അച്ഛന് നല്ല പനി അടിച്ചുകൊണ്ട് അമ്പലത്തിൽ വേറെ ആളില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും ഇനിയിപ്പോൾ 3-4 ദിവസം ഇനി ആറാട്ടുപുഴ കാണും. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ അമ്മയും കൊണ്ട് പിന്നെ കണ്ണാടി വാങ്ങിക്കാൻ ഹോസ്പിറ്റലിൽ പോകണം. പിന്നെ അതുപോലെ തന്നെ ഇന്നലെ ലാബിൽ പോയില്ലായിരുന്നു, അപ്പോൾ അവിടുന്ന് ലാബിൽ റിസൾട്ട് വാങ്ങിക്കണം. അതേപോലെ കോഴഞ്ചേരിയിൽ ഒരു ചെക്കപ്പിനും കൂടെ പോകണം. അപ്പോൾ ഇന്നത്തെ യാത്ര മുഴുവൻ ഇങ്ങനെ ഹോസ്പിറ്റൽ കേസുമായിട്ട് ബന്ധപ്പെട്ട് കറങ്ങാൻ പോവാം. അച്ഛനെ കൊണ്ട് ഇനിയിപ്പോൾ വീണ്ടും കൊണ്ടുവരാമോ? അച്ഛനെ കൊണ്ട് ഇനിയിപ്പോൾ വീണ്ടും പിന്നെ മാലക്കര ഹോസ്പിറ്റലിലും കൊണ്ടുപോകണം. അപ്പോൾ എന്തായാലും എൻ്റെ വരവ് അടിപൊളിയായി. നമ്മളിപ്പം കണ്ണാടി വാങ്ങിക്കാൻ വുമൻസ് കോളേജ് ഓഫ് ലാബ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽസിലാണ് വന്നിരിക്കുന്നത്, വുമൻസ് എന്നും പറഞ്ഞു. ഇത് ചെങ്ങന്നൂർ മാർക്കറ്റ് റോഡിൽ നിന്ന് ചെങ്ങന്നൂർ അമ്പലത്തിലോട്ട് പോകുന്ന വഴിക്ക്, അതായത് ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലോട്ട് പോകുന്ന വഴിക്കുള്ള ഒരു ലബോറട്ടറിയാണ്. ലബോറട്ടറി മാത്രമല്ല, ലബോറട്ടറിയും അതേപോലെ തന്നെ ഇത് ഒപ്റ്റിക്കൽസും എല്ലാം കൂടെ ചേർന്നതാണ് കേട്ടോ. വളരെ വിപുലമായ ഒരു സ്ഥാപനമാണ്. അമ്മയ്ക്ക് കണ്ണിന്റെ പവറിൽ ചെറിയ വിഷയം വന്നതുകൊണ്ട് ലെൻസ് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടേ, നേരത്തെ കണ്ണാടി ഉണ്ട്, പക്ഷെ അത് പവറിൽ ചെറിയ വ്യത്യാസം വന്നു. അപ്പം കണ്ണാടി ഒന്ന് മാറി ലെൻസ് മാറി വാങ്ങിക്കണം. ഫ്രെയിം അത് തന്നെയാണ്. അങ്ങനെ അമ്മയ്ക്ക് കണ്ണാടിയൊക്കെ കിട്ടി. ഇനിയിപ്പം ഇത് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ. ഇനിയിപ്പോൾ ഇവിടുന്ന് കണ്ണാടിയും വാങ്ങിച്ചുകൊണ്ട് നേരെ വീട്ടിലോട്ട് പോകണം. ഗൈസ്, ഞാനും അമ്മയും കൂടെ അങ്ങനെ
കണ്ണാടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് തിരിച്ച് വന്നപ്പോഴത്തേനും അച്ഛൻ്റെ ഫോൺ വന്നു. അച്ഛന് തീരെ വയ്യ. ഇന്നലെ ഒന്ന് മാലക്കര ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോയതായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും അച്ഛന് തീരെ വയ്യാതെ ഫോൺ വന്നു. ഞങ്ങൾ ഇപ്പം നേരെ ഉടനെ ഓടി വന്ന് അച്ഛനെ കൊണ്ട് നേരെ മാലക്കര ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പം അവിടെ ട്രിപ്പൊക്കെ ഇട്ട് കിടത്തി. കാരണം 2 ടൈപ്പ് ആൻറ്റിബയോട്ടിക് ഒക്കെ എടുത്തെങ്കിലേ ഇത് മാറുള്ളൂ. വൈറൽ ഇൻഫെക്ഷനാണ്. അങ്ങനെ അച്ഛനെയും കൊണ്ട് ആശുപത്രിയിലാക്കിയിട്ട് അമ്മയും കൊണ്ട് കോഴഞ്ചേരി ചെക്കപ്പിന് പോകാൻ വേണ്ടിയിട്ടിരുന്നപ്പോൾ അമ്മയ്ക്കും അവിടെ വെച്ച് തീരെ വയ്യാതായെന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഈ വൈറൽ ഇൻഫെക്ഷൻ്റെ തന്നെ ഒരു ആരംഭമാണ് കാണിച്ചത്. പക്ഷേ അതിപ്പോൾ തിരിച്ച് ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേനും അമ്മയും തീരെ വയ്യാതായി. ഇനിയിപ്പോൾ എന്തായാലും അപ്പോൾ എൻ്റെ മടക്കയാത്ര തൽക്കാലം ഞാൻ മാറ്റിവെച്ചു. ഇനിയിപ്പോൾ നേരെ ഇവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ അച്ഛനും അമ്മയ്ക്കും ഒന്ന് സുഖമായിട്ട് പോകുന്നതാണ് നല്ലത്. കാരണം ആശുപത്രി ചെന്നപ്പം ഡോക്ടർ പറഞ്ഞത് ഇപ്പോഴത്തെ വൈറൽ ഫീവർ എന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചറസാണ്. അത് എങ്ങനെ പോയാലും ഒരാഴ്ച നമ്മളെ പിടിച്ച് 1.5 ആഴ്ച നമ്മളെ പിടിച്ച് കിടത്തിക്കളയെന്നാണ് പറഞ്ഞത്. അപ്പോൾ കംപ്ലീറ്റ് ബോഡിക്ക് റെസ്റ്റ് വേണം. അപ്പോൾ അതുകൊണ്ട് രണ്ടുപേരും ഇപ്പോൾ കയറി കിടന്നു പോയിട്ട് വന്നിട്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് ഉള്ള ദിവസങ്ങളിൽ ഏകദേശം ഒരാഴ്ചയോളം ഞാൻ മിക്കവാറും ആറാട്ടുപുഴ തന്നെ ആയിരിക്കും. വേറെ നിവൃത്തിയൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആറാട്ടുപുഴയിലെ വിശേഷങ്ങളുമായിട്ട് ഇനി പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ എൻലെസ് ജേണി ബൈ ദീപുവിൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.